ജ്യോതിർഗോളങ്ങൾ. കാലപ്രവാഹത്തിലെ ഏതെങ്കിലും ഒരു നിമിഷം എന്ന പ്രത്യേകമായ അവകാശം പേറി ജന്മമെടുത്ത് ഭൂമിയിൽ പ്രവർത്തിച്ച് തുടങ്ങുന്ന ജീവനിൽ സൗരയൂഥത്തിലെ എല്ലാ ഗോളങ്ങളുടെയും സ്വാധീനം ഉണ്ടായിരിക്കുന്നതിനാൽ അവയുടെയെല്ലാം ഗുണവിശേഷങ്ങളും ജീവനിൽ വന്നുപെടുകയും ചെയ്യുന്നു. ഒരു വർഷമായി കണക്കാക്കുന്ന ഭൂമിയുടെ ഒരു ഭ്രമണകാലത്തിനിടയ്ക്ക് സൂര്യന് ചുറ്റുമായി ചലിച്ചുകൊണ്ട് സൗരയൂഥത്തിനുള്ളിലും ക്ഷീരപഥ കേന്ദ്രത്തെ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ്റെ സഞ്ചാരം വഴി സൗരയൂഥത്തിന് അപ്പുറമുള്ള ശൂന്യാകാശ മേഖലകളിലൂടെയും ഭൂമി സഞ്ചരിക്കുന്നുവെന്ന് സങ്കല്പിക്കാവുന്നതാണ്. ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലമില്ലാതെ കേവലമായ ദാർശനിക ചിന്തകളിലൂടെ പ്രപഞ്ചത്തെ അറിയാൻ ശ്രമിച്ച ഋഷിവര്യന്മാർ 12 വിഭജിച്ച് നിർത്തിയിരിക്കുന്ന രാശികൾ ഉൾക്കൊള്ളുന്ന നക്ഷത്ര സമൂഹങ്ങളുടെ സ്വാധീനവും സൗരയൂഥ ഗോളങ്ങളെപ്പോലെ തന്നെ ഭൂമിയിലെ മനുഷ്യനെ സ്വാധീനിക്കുന്നുവെന്ന് വിശ്വസിച്ചിരുന്നു. ഭൂമിയിൽ നിന്ന് നേരിട്ടും അല്ലാതെയും അനുഭവവേദ്യമാകാവുന്നതായി പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ഏറിയും കുറഞ്ഞും ജീവന്റെ അനുഭവഗുണവും ആയുസ്സും നിയന്ത്രിക്കുന്ന ഘടകങ്ങളായി നിലകൊള്ളുന്നുവെന്നത് പ്രാചീനമായ ചിന്തകളിൽ പോലും ശക്തമായിരുന്നുവെന്ന് കാണാം. ജീവശേഷികൾക്ക് മേലുള്ള ജ്യോതിർഗോളങ്ങളുടെ സൂക്ഷ്മതരമായ സ്വാധീനത്തെക്കുറിച്ച് ചിന്തിച്ചുറച്ച ഋഷിവര്യന്മാർ നക്ഷത്രഭരിതമായ 12 രാശികൾക്ക് ഉള്ളിലായി നവഗ്രഹങ്ങൾ രാഹുവും കേതുവും ഉൾപ്പെടെ വാർഷികമായ ചക്രത്തിലൂടെ തിരിയുന്നുവെന്ന് സങ്കല്പിച്ച് വച്ചിരിക്കുന്നു. സങ്കല്പതരമായി 12 വിഭജിച്ചിരിക്കുന്ന 360 ഡിഗ്രിയിൽ സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും നിൽക്കുന്ന രാശിയും ജനിക്കുന്ന സമയവും ഇരുളും വെളിച്ചവും മറ്റ് പ്രകൃതിവിശേഷങ്ങളും കണക്കിലെടുത്ത് ജീവന്റെ അനുഭവങ്ങൾ ഗണിച്ചെടുക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയയെ പൊതുവെ ജ്യോതിഷം എന്ന് പറയുന്നു. ഭൂമിയിൽ വസിക്കുന്ന അവസ്ഥയിൽ ഗ്രഹങ്ങളുടെ സാമീപ്യം എല്ലാവർക്കും ഒരേപോലെ ആകുന്നുവെങ്കിലും ഏത് രാശിയിലാണ് ജീവൻ ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നതിനൊത്തും ആ രാശിയിൽ ഗ്രഹങ്ങൾ ചെലുത്തുന്ന സ്വാധീനം എത്രത്തോളവും എന്നതിനെ ആശ്രയിച്ചുമാണ് ജ്യോതിഷപ്രകാരം ജീവിതങ്ങൾക്ക് ഗ്രഹങ്ങളുടെ സ്വാധീനം ഒരേ സമയം തന്നെ പല വിധത്തിലായി അനുഭവപ്പെടുന്നത്. ജന്മരാശിയെ പരിഗണിച്ചുള്ള ജ്യോതിഷ ചിന്തനത്തിൽ മനുഷ്യർ എന്ന സ്ഥൂലാവസ്ഥകളിൽ നിന്ന് ഗ്രഹങ്ങളിലേക്കുള്ള ദൂരത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും തുല്യത ജീവനുകൾക്ക് അനുഭവതലത്തിൽ ബാധകമാകുന്നതേയില്ല. ജനനസമയവും ജന്മനക്ഷത്രവും രാശിയും അവസ്ഥയുമൊക്കെ ഗുണകരമായോ ദോഷകരമായോ സംഭവിക്കുന്നതും തുടർ ജീവിതത്തെ ബാധിക്കുന്നതും ജീവന്റെ തന്നെ പൂർവകാല പ്രവർത്തന ഫലങ്ങൾ എന്ന നന്മതിന്മകൾ ആവുന്ന സമ്പാദ്യത്തിന് ആനുപാതികമായാണ്. ജ്യോതിഷ ചിന്തകൾ അനുസരിച്ച് തന്നെ ആധ്യാത്മിക സങ്കല്പങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്ന നന്മതിന്മകളെ സാധൂകരിക്കും വിധം പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പാദിച്ചിരിക്കുന്ന പുണ്യപാപങ്ങൾക്ക് ആനുപാതികമായി മാത്രമേ ജീവന് മരണാനന്തരം നല്ലതോ ചീത്തയോ ആയ രാശിയിൽ നിലകൊള്ളാൻ സാധ്യമാവുന്നുള്ളൂ. ജീവന്റെ അറിവിനും കഴിവിനും സാഹചര്യത്തിനും ഒത്ത വിധം മാത്രമേ ജീവി എന്ന നിലയിൽ ഭൂമിയിൽ പ്രവർത്തനങ്ങൾ സാധ്യമാവുന്നുള്ളൂ എന്നതുപോലെ മരണാനന്തരവും ശരീരമില്ലാതെ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലെ സകല ഗുണങ്ങളും നിലനിർത്തുന്ന ജീവൻ അതിനൊത്ത സൂക്ഷ്മ സമൂഹങ്ങളിലേക്ക്, അതായത് രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ജീവന്റെ മരണാനന്തര നിലനിൽപ്പ് ശരീരത്തിൽ ഇരുന്ന് ചിന്തിച്ചും പ്രവർത്തിച്ചും വാക്കുകൾ മുഖേനയും നേടുന്ന വൈഭവത്തിന് അനുസൃതമായി സംഭവിക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രത്തെ ഉൾക്കൊള്ളുന്ന തത്വാധിഷ്ഠിത ചിന്തകൾക്കും ബോധ്യപ്പെടാനാവുന്നത്. മരണാനന്തരമുള്ള ജീവന്റെ സൂക്ഷ്മമായ നിലനിൽപ്പ് സംഭവിക്കാനുള്ള സാധ്യത നാം മനുഷ്യരുടെ വിചാരപരവും പ്രവർത്തനതരവും സാമൂഹികവുമായ വ്യത്യസ്തതകൾ നിരീക്ഷിച്ചാൽ തന്നെ കാണാനുമാവുന്നു. നാം ഓരോരുത്തരും ജനിച്ച്
ഒരു പ്രത്യേക സമുദായത്തിലോ സമൂഹത്തിലോ അംഗമായി തീരുന്നതും അതിൽ നിന്ന് സാന്ദർഭികമായി വ്യതിചലിച്ച് മറ്റെന്തെങ്കിലുമായി തുടരുന്നതും വാസ്തവത്തിൽ നാം അറിഞ്ഞുകൊണ്ടാവുന്നില്ല. ഓരോ വ്യക്തിയും സ്വയം അറിയാതെ ജന്മം കൊണ്ട് ഓരോ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി തീരുന്നത് മുമ്പേ തന്നെ ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഗുണവിശേഷങ്ങൾ കൊണ്ട് മാത്രമാണ്. മരണത്തോടെ വിരാമമാകുന്ന ഭൂമിയിലെ പ്രവർത്തനത്തിന് ശേഷം രാശികൾ എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഏതെങ്കിലും സൂക്ഷ്മ സമൂഹങ്ങളിൽ യോഗ്യതയ്ക്കൊത്ത് ചെന്നെത്തുന്ന ജീവശേഷികൾ എന്ന അതീവ സങ്കീർണ സൂക്ഷ്മ ശക്തികൾ എല്ലാം ഒന്നു ചേർന്ന് ലയിച്ചു നിൽക്കുന്നുവെന്ന് വിചാരിക്കാനും ആവില്ല. ഗുണപരമായ പൊതുസാമ്യം നിമിത്തം ഒരു രാശിയിലേക്ക് സംഗമിച്ചു വരുന്ന ജീവശേഷികൾക്ക് ഭൂമിയിലെ ഒരു സമൂഹത്തിൽ തന്നെ സ്വതന്ത്ര വ്യക്തിത്വങ്ങളായി നിലകൊള്ളുന്നത് പോലെ സൂക്ഷ്മാവസ്ഥയിലും തനതായ വ്യക്തതയോടെ നിലകൊള്ളുന്നതിന് സാധ്യമാവുന്നു. മനസ്സുകളുടെ സംഗമത്തിലൂടെ ജീവനുകൾ ഒന്നായി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് ജീവനുകൾ തമ്മിൽ ലയിച്ചു പോകുന്നതായി കാണാനാവുന്നുമില്ല. ജീവനുകളിൽ നിക്ഷിപ്തമായിരിക്കുന്ന വാസനാപരമായ വ്യത്യസ്തതകളുടെ സംഗമം മാത്രം നടക്കുന്നതായും സമൂഹം എന്ന നിലയിൽ പരിവർത്തനം സംഭവിക്കുന്നതായും മാത്രമേ കാണാനാവുകയുള്ളൂ. ജീവതരമായ ശേഷി വൈവിധ്യങ്ങൾ പ്രവർത്തനങ്ങളായി അവസ്ഥ പ്രാപിക്കുമ്പോൾ സംഭവിക്കുന്ന മനുഷ്യൻ എന്ന ദൃശ്യത പ്രകൃതി ലയന്മാരായി നിലകൊള്ളുന്ന സൂക്ഷ്മജീവനുകളുടെ സ്വാധീനങ്ങളിൽപ്പെട്ട് ചിന്തിക്കുകയും അതിന് ഒത്തവിധം പ്രവർത്തിക്കുകയും സാമൂഹിക ജീവിതത്തിൻ്റെ സംഭവഗതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഗുണമെന്നോ ദോഷമെന്നോ സൗകര്യം പോലെ പറയാവുന്ന ഏത് വിധത്തിലുള്ള വിചാരങ്ങളും പ്രവർത്തനങ്ങളും ആയിരുന്നാലും വാസ്തവത്തിൽ പ്രാപഞ്ചികമായ നിക്ഷിപ്താവസ്ഥയ്ക്ക് അതീതമായ യാതൊന്നും ആവുന്നില്ല. പ്രകൃതിലയന്മാരായി നിലകൊള്ളുന്ന അസംഖ്യങ്ങളായ ഊർജശേഷികളുടെ സംഗമാവസ്ഥയിലേക്ക് അതിൽ നിന്ന് വിഭിന്ന ഗുണമുള്ള ജീവന് പ്രവേശിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. പോയ കാലത്തിൻ്റെ അന്വേഷണ കുതുകികളായ പ്രപഞ്ച നിരീക്ഷകരിലെ ഭാവനാസമ്പന്നർ മെനഞ്ഞെടുത്ത് 12 തരം തിരിച്ച് നിർത്തിയിരിക്കുന്ന രാശികളിലെ ജീവനുകൾ ശരീരമില്ലാത്തതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നതൊഴിച്ചാൽ ഭൂമിയിൽ വസിക്കുന്ന അവസ്ഥയിലെ അറിവിലും ശേഷിയിലും സ്വഭാവത്തിലും നിന്ന് ഭിന്നമായ യാതൊന്നും ആകുന്നില്ല. സങ്കല്പങ്ങളും ഭാവനകളും ലക്ഷ്യബോധവുമായി സൂക്ഷ്മതലങ്ങളിൽ നിലകൊള്ളുന്ന ജീവനുകൾക്ക് വീണ്ടും പ്രവർത്തിച്ച് നേടാൻ ആവശ്യമായ ജന്മം എന്ന ഭൂവാസ യോഗ്യത ലഭ്യമാകണമെങ്കിൽ അതിനൊത്ത പ്രവർത്തനം ഭൂമിയിലെ ആൺപെൺ സംഗമത്തിലൂടെ സാധ്യമാവേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ക്രമീകൃതമായ പ്രവർത്തനങ്ങളിലൂടെ ജീവിക്കുന്ന ആൺപെൺ ജീവനുകളുടെ സംഗമം നിമിത്തമായി സംഭവിക്കുന്ന അനുകൂല സാഹചര്യത്തിൽ പ്രവേശിച്ച് ഭൂമിയിൽ വീണ്ടുമെത്തി ശരിയായ വഴിയിലൂടെ പ്രവർത്തിച്ച് മുന്നേറുന്നതിനുള്ള അവസരം നീചരാശിയിൽ നിലകൊള്ളുന്ന ജീവനുകൾക്ക് ലഭിക്കാതെ വരികയും ചെയ്യുന്നു. നക്ഷത്ര സാഗരമായ ക്ഷീരപഥത്തെയും കോടിക്കണക്കായ നക്ഷത്രമണ്ഡലങ്ങളെയും ജനിപ്പിച്ച് ചലിപ്പിച്ചു നിർത്തുന്നതും അവയിൽ അടങ്ങിയിരിക്കുന്നതുമായ സൂക്ഷ്മോർജം ജീവനുകൾക്ക് വേണ്ടി പ്രവർത്തനക്ഷമമാകുന്നത് സൗരയൂഥം എന്ന രൂപത്തിൽ കൂടിയാണ്. ജനിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും സൗരയൂഥം അല്ലാതെ മറ്റൊരു സംവിധാനം നാം ജീവികളെ സംബന്ധിച്ചിടത്തോളം പ്രയോഗത്തിൽ ഇല്ലാത്തതുമാണ്. പ്രാപഞ്ചികമായ അടിസ്ഥാന വാസന എന്ന നിലയിൽ ജ്യോതിർഗോളങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ വൈവിധ്യങ്ങളുടെ സംഗമസത്തയാകുന്ന ജീവന് പ്രവർത്തിച്ച് പൂർത്തീകരിക്കാൻ ജ്യോതിർഗോളങ്ങൾ എന്നതുപോലെ ഒരു അനുയോജ്യ രൂപം ആവശ്യമായി വരുന്നു. ജീവികൾ ശരീരത്തോടെ ജന്മമെടുത്ത് പ്രവർത്തിച്ച് വളർന്ന് പൂർത്തീകരിക്കേണ്ടി വരുന്നതിൻ്റെ പ്രാപഞ്ചികമായ നിയമത്തെ മേൽപ്പറഞ്ഞ പ്രകാരമാണ് ബോധ്യപ്പെടാനാവുന്നത്. ഓരോ ജ്യോതിർരൂപത്തിനും അതിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ വിശേഷങ്ങൾക്ക് അനുസരിച്ച്
ഓരോ തരം ഭൗതിക വിശേഷങ്ങളാണ് കാണാനാവുന്നത്. ഊർജ നിക്ഷിപ്താവസ്ഥയുടെ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ഓരോ ഗ്രഹവും തനതായ വ്യത്യസ്തതകൾ പേറുന്നതുപോലെ തനതായ വിശേഷങ്ങൾ പേറുന്ന ജീവൻ എന്ന ഓരോ ഊർജ സംഗമ വിശേഷത്തിനും വ്യത്യസ്തതയുള്ള ശരീരം എന്ന രൂപം ലഭിക്കേണ്ടതും അതാതിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ കൊണ്ട് ഭൂമിയിൽ പ്രവർത്തിച്ചു നിൽക്കാൻ യോഗ്യത ഉള്ളതും ആകുന്നു. ശബരയൂഥത്തിന്റെ നിക്ഷിപ്ത യോഗ്യതകൾ നിമിത്തം ഭൂമിയിൽ അനുകൂല സാഹചര്യത്തിൽ പ്രാപഞ്ചികമായ ഊർജ വൈവിധ്യങ്ങൾ സംഗമിച്ച് ജീവനായി തനതായ രൂപമെടുത്ത് പ്രപഞ്ചകാരണം എന്ന ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി സാധ്യമാക്കുന്ന പ്രവർത്തനത്തെ ജീവിതം എന്ന് പറയുന്നു. മനുഷ്യജീവൻ എന്ന ഉയർന്ന നിലവാരമുള്ള ഊർജ വൈവിധ്യ സംഗമാവസ്ഥകളെയും മറ്റെല്ലാ ജന്തു സസ്യജീവനുകൾ എന്ന താഴ്ന്ന നിലവാരമുള്ള ഊർജ വൈവിധ്യ സംഗമാവസ്ഥകളെയും സ്വാധീനിച്ചു നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ചലനം സൃഷ്ടിക്കുന്ന ഭൂമിയിലെ അനുഭവ വൈവിധ്യങ്ങൾ തീർച്ചയായും നല്ലതും ചീത്തയുമായ ജീവനുകൾക്ക് ജന്മമെടുക്കുന്നതിന് യോജിച്ച സമയങ്ങളായി തന്നെ ഇരിക്കുന്നു. പ്രപഞ്ചം ഊർജത്തിന്റെ വിപരീത ഗുണമാർന്ന അന്ധകാരവും പ്രകാശവും ഒപ്പം നിറഞ്ഞതും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോ ജീവശേഷിക്കും ആനുപാതികമായി ഗുണദോഷ വിശേഷങ്ങൾ നിറഞ്ഞതും ആയിത്തീരുന്നു. സർവ്വതും ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിൽ ഭൂമി നിറഞ്ഞു നിൽക്കുന്ന ജീവിതങ്ങൾ തീർച്ചയായും ഓരോ നിമിഷവും അഭിമുഖീകരിച്ചും അനുഭവിച്ചും നിൽക്കുന്നത് ഊർജ വൈവിധ്യങ്ങളുടെ അനുകൂലവും പ്രതികൂലവുമായ വിശേഷങ്ങളെ തന്നെയുമാകുന്നു. സ്വാഭാവികമായും ജ്യോതിർഗോള ചലനങ്ങൾക്കൊത്ത് സമയബന്ധിതമായി നടക്കുന്ന ഓരോ പ്രവൃത്തിക്കും ഒത്തവണ്ണം ജീവശേഷിക്ക് ഫലം ലഭിക്കുക തന്നെ ചെയ്യുന്നു. ഉദയാസ്തമനങ്ങളും യാമങ്ങളും ഋതുക്കളും മറ്റുമായി ഭാവവൈവിധ്യങ്ങളോടെ പ്രകൃതിയായി അനുഭവപ്പെടുന്ന ഊർജത്തിന്റെ സ്വാധീനത്തിനൊത്ത് സാധ്യതയും അവകാശവും ഉള്ളതായി സൂക്ഷ്മത്തിൽ നിൽക്കുന്ന നന്മയും തിന്മയും പേറുന്ന ജീവനുകൾ ആൺപെൺ സംഗമത്തിലൂടെ ഭൂമിയിൽ പിറവിയെടുക്കുന്നു. ഭാവവൈവിധ്യങ്ങളോടെ പ്രകൃതിയായി നിലകൊള്ളുന്ന ഊർജം ഇപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് വരുമ്പോൾ നീചരാശിയിൽ പെട്ടുനിൽക്കുന്ന ജീവനുകൾക്ക് നന്മയിലേക്ക് ജനിക്കാൻ സാധിക്കാതെ വരികയും വീണ്ടും ജനിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ദോഷങ്ങൾ സമ്പാദ്യം വർദ്ധിക്കുന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു. ജീവൻ പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചതും പ്രകൃതിക്ക് സൂക്ഷ്മതരമായി തന്നെ വിധേയവും പ്രവൃത്തിക്ക് തുല്യഫലം ലഭിക്കുന്നതും ആയതിനാൽ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പ്രവർത്തിച്ചു പോകുന്ന ജീവനുകൾക്ക് ദൗർഭാഗ്യങ്ങളും ദുരന്തങ്ങളും അജ്ഞതയും ഒക്കെയായ അനുഭവങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്നു. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നല്ലതോ ചീത്തയോ ആയ അനുഭവങ്ങളും ഉന്നതമോ താഴ്ന്നതോ ആയ പാരമ്പര്യങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളുമെല്ലാം ഇപ്രകാരം തലമുറകളിലൂടെ സംഭവിക്കുന്നതിന് ഇടവരികയും ചെയ്യുന്നു. ഗുണവും ദോഷവും സുഖവും ദുഃഖവുമായി അനുഭവപ്പെടും വിധം പ്രപഞ്ചത്തിൽ കാരണശക്തിയായി നിലകൊള്ളുന്ന ഊർജ വൈവിധ്യങ്ങൾ ജീവനിൽ നിക്ഷിപ്തമാകുന്നത് ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ്.